സർക്കാർ നടത്തുന്ന നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ എന്താണ് അപാകതയെന്ന് കോടതി ചോദിച്ചു. നവകേരള സർവേ തുടരാൻ കോടതി അനുമതിയും നൽകി. നവകേരള സർവേ നടത്താൻ 2025 ഒക്ടോബർ 10 സർക്കാർ ഇറക്കിയ ഉത്തരവായിരുന്നു KSU നേതാക്കളുടെ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. സർവേക്കുള്ള നടപടിക്രമങ്ങളും തുക വിനിയോഗവും റൂൾസ് ഓഫ് ബിസിനസിന്റെയും ബജറ്റ് മാനുവലിനും വിരുദ്ധമാണെന്ന് വിലയിരുത്തിയായിരുന്നു ഹൈക്കോടതി നടപടി. സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്ന പേരിൽ ഇത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ ഏൽപ്പിച്ച് 20 കോടി അനുവദിച്ചത് കുറുക്കുവഴിയാണ്. പ്രളയത്തിന്റെ മറ്റു പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ കർമ്മസേനയെ തിരഞ്ഞെടുക്കുന്നതിന് സജ്ജമാക്കിയ പോർട്ടൽ വഴിയാണ് വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തത്. കർമ്മസേന എന്നത് ഏതെങ്കിലും സർവേ ലക്ഷ്യമിട്ടുള്ള സംവിധാനമല്ലെന്നും ഹൈക്കോടതി വിമർശിച്ചിരുന്നു. എന്നാൽ ഇത് രാഷ്ട്രീയ നേട്ടത്തിനല്ലെന്നും സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ കോടതിയിൽ നിലപാടെടുത്തു. തുടർന്നാണ് ഇത്തരത്തിൽ സർവേ നടത്തുന്നതിൽ അപാകതയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. പോർട്ടലിൽ വോളണ്ടിയർമാരെ രജിസ്റ്റർ ചെയ്യിക്കണമെന്നാവശ്യപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറി ജില്ലാ കമ്മിറ്റികൾക്ക് സർക്കുലർ അയച്ചിരുന്നുവെന്ന് ഹർജിക്കാർ വാദിച്ചു. എന്നാൽ പ്രാദേശികമായി നേതാക്കളുടെ ഇത്തരം ഇടപെടൽ കാര്യമാക്കേണ്ടതില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. തുടർന്നാണ് സർവേ തുടരാൻ കോടതി അനുമതി നൽകിയത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.